അങ്ങനെ ചോറ് വയ്ക്കലും അടിക്കലൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാനൊരു കാര്യം ഓർത്തത്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കിച്ചണിൻ്റെ അടിയത്തെ റാക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെന്ന്. കാരണം നിറയെ കൂറശല്യം ഉണ്ട് കേട്ടോ. നമ്മൾ രാത്രിയൊക്കെ തുറക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ കൂറുകളുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. കെമിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നാമത് പാത്രങ്ങളൊക്കെ ആണല്ലോ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള പേടി കൊണ്ട് ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. സ്പ്രേയും ജെല്ലും കാര്യങ്ങളൊന്നും. ഒരു അരമുക്കാൽ മണിക്കൂറത്തെ കഷ്ടപ്പാടാണ് കേട്ടോ അത്. ഇഷ്ടം പോലെ കൂറുകളും കുറേ കൂറിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്ന് ക്ലീൻ ആക്കി മൊത്തം അടിച്ചു വാരി. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ. കവറാണെന്നുണ്ടെങ്കിലും ഇതേപോലെ പൊടി കവറൊക്കെ പുറത്തുള്ളതാണ്. പൊടികൾ കാര്യങ്ങളൊക്കെ പറയാലോ. ഞാൻ ഈ പണ്ടിങ്ങനെ വലിയ വീടൊക്കെ കാണുള്ളൂ, ഇതേപോലെ ഷോക്കേസും ഡോറും കാര്യങ്ങളൊക്കെ വീടുകളൊക്കെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. ഇവർക്കൊക്കെ എന്ത് സുഖമാണ്, എത്ര സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം, ക്ലീൻ ആക്കാം. മീൻസ് പുറത്തേക്ക് ഒന്നും കാണില്ലല്ലോ, ഒക്കെ ഡോറിൻ്റെ ഉള്ളിലല്ലേ, നമുക്ക് നല്ല വൃത്തി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഗൈസ് അങ്ങനെയല്ല കേട്ടോ. അതായത് എത്രത്തോളം വലിയ വീടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം നമ്മൾ മെയിൻ്റനൻസും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കിച്ചൺ റാക്കുകളൊക്കെ സത്യം പറഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ തട്ടിക്കൊട്ടി വൃത്തിയാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആകെ അലമ്പായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പുറമെ ഭയങ്കര ഇതായിട്ട് കാണുന്നതെല്ലാം അത്ര സുഖമല്ല. അതായത് വലിയ വീട് വലുതാണെന്നുണ്ടെങ്കിൽ അത് നോക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റേതായ ബുദ്ധിമുട്ട്. ആ പണിയൊക്കെ കഴിഞ്ഞ് വേഗം പോയിട്ട് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഉണങ്ങിയ തുണികളൊക്കെ കൊണ്ടുവന്ന് എടുത്ത് വെച്ചു. നനവുള്ള തുണികളും എടുത്ത് നമ്മൾ മേലെ കൊണ്ടുപോയിടാമെന്ന് വിചാരിച്ചു. കാരണം മഴ എന്തായാലും രാത്രി പെയ്യും. അങ്ങനെ തുണികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ.